എൻ്റെ പേര് രാജി. ഞാൻ UK-യിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ നാട്ടിൽ കോഴിക്കോട് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ലാസ്റ്റ് ഇയർ May 2024 ആണ്. എനിക്ക് പറയാനുള്ള സാക്ഷ്യം, ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് 2022 ഞാൻ വാർഡിൽ നാർക്കോട്ടിക് ഇൻചാർജ് ആയിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒരു ദിവസം ഞാൻ എൻ്റെ ഓഫ് ഡേയുടെ അന്ന് ഒരു നാർക്കോട്ടിക് ഡ്രഗ് മിസ്സായി. അപ്പം എൻ്റെ പകരം വേറെ വന്ന സ്റ്റാഫിന് അറിയില്ല ആരാ അത്, എങ്ങനെ മിസ്സായേ, എങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അവരെന്നെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വിളിച്ചു. അപ്പം ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റേഷൻ എല്ലാം കറക്റ്റായിരുന്നു. നാർക്കോട്ടിക് ഡ്രഗിൻ്റെ ബുക്സും കാര്യങ്ങളെല്ലാം ഡോക്യുമെൻറ്റേഷൻ എല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ അവർക്ക് ക്യാമറ നോക്കിയപ്പം ക്യാമറയ്ക്കകത്ത് ഒരു പ്രൂഫായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ത് പറ്റി, എങ്ങനെ അത് മിസ്സായി എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സൗദി എന്ന രാജ്യത്ത് നാർക്കോട്ടിക് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ. എനിക്ക് മാതാവിനെ പറ്റി അറിയില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഭയങ്കര ഒരുപാട് ടെൻഷൻ അടിച്ചായിരുന്നു ഞാൻ, ബിക്കോസ് ഞാൻ നാർക്കോട്ടിക്കിൻ്റെ ഇൻചാർജ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു ഫ്രണ്ട്, സൗദിയിലുള്ള എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, കൃപാസൻ എന്ന് പറഞ്ഞ ഒരു പള്ളിയുണ്ട്, മാതാവ് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ അവൾ അഡ്വൈസ് ചെയ്തു. അതിനനുസരിച്ച് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. അതിനുശേഷം ഞാൻ മുട്ടിപ്പായിട്ട് അതിനകത്തുള്ള പ്രെയർ ഫോളോ ചെയ്യാൻ തുടങ്ങി. പിന്നെ യൂട്യൂബിൽ ഞാൻ സാക്ഷ്യങ്ങളും കാര്യങ്ങളെല്ലാം അതിനുശേഷം കാണാൻ തുടങ്ങി. ആ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ക്യാമറ അവരൊന്നുകൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരം ദൈവം ഒരുക്കി. അങ്ങനെ നോക്കിയപ്പം ക്യാമറ ഒരു 10 മിനിറ്റ്സോളം കട്ടായി കിടക്കുന്ന ഒരു ഇത് കണ്ടു. അപ്പം ആ ഇൻവെസ്റ്റിഗേഷൻ എന്നിൽ നിന്നും വേറെ രീതിയിലേക്ക് മാറി. കാരണം ആ ക്യാമറ കട്ടായ സമയത്ത് ആരോ നാർക്കോട്ടിക് എടുത്തു എന്നുള്ളൊരു രീതിയിലേക്ക് പോയി. പോലീസ് ഇൻവെസ്റ്റിഗേഷനും ഒക്കെ വന്നു. ആ സമയത്ത് ഞാൻ UK-യിലേക്ക് പോകാൻ വേണ്ടി വിസ പ്രോസസ്സിങ്ങിലായിരുന്നു. ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ ഒരു ആപത്തും കൂടാതെ എനിക്ക് സൗദിയിൽ നിന്ന് എക്സിറ്റ് പോകാനുള്ളൊരു കൃപ തരണേന്ന്. അതിൻ്റെ ഫലമായിട്ട് ഒരു പ്രശ്നവും കൂടാതെ അവർ സ്റ്റാഫും എല്ലാവരും എന്നെ അറിയുന്നവരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് ഒരു പ്രശ്നവും കൂടാതെ എനിക്ക് സൗദിയിൽ നിന്ന് UK-യിലേക്ക് പോകാൻ പറ്റി. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, UK-യിൽ ചെന്നതിന് ശേഷം നമുക്കറിയാം, ആദ്യമായിട്ട് UK പോകുമ്പം ഉള്ളൊരവസ്ഥ, അവിടെ ചെല്ലുമ്പോൾ ഉള്ള അക്കോമഡേഷൻ, പിന്നെ ജോലി ഫൈൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലിയായിട്ടാണ് പോയത്. അങ്ങനെ ഇരിക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ OET എഴുതിയായിരുന്നു 3 തവണ. അതിന് ചെറിയ സ്കോറിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. റീഡിങ് ചെറിയ സ്കോറിന് എപ്പോഴും 3 തവണ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എനിക്ക് വല്ലാത്ത മാനസികമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് എനിക്കൊരു തോന്നൽ വന്നത്, നാട്ടിൽ വിളിച്ച് ഡാഡീനെ വിളിച്ചിട്ട് ഞാൻ കൃപാസനത്തിൽ വിട്ട് ഉടമ്പടി എടുപ്പിക്കാമെന്നുള്ളൊരു തോന്നൽ വന്നു. അങ്ങനെ ഞാൻ ഡാഡിയോട് വിളിച്ച് ഡിസ്കസ് ചെയ്തു. ഡാഡി പോകുന്ന ആ ദിവസം, കൃപാസനത്തിലേക്ക് ഇങ്ങനെ വരുന്ന ദിവസം തന്നെ എനിക്ക് NHS-ന്ന് ഇൻ്റർവ്യൂ വിളിച്ചു. അങ്ങനെ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്കത് ഞാൻ സെലക്റ്റഡായി. അവിടെ ഞാൻ HC ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരവസരം കിട്ടി. അപ്പോൾ OET എഴുതാതെ തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ UK-യിൽ ഒരു പുതിയ റൂൾ വന്നിട്ടുണ്ട്. നമുക്ക് എംപ്ലോയി റെഫറൻസ് വഴി RN-ആവാൻ പറ്റുന്ന ഒരു ഇത് വന്നിട്ടുണ്ട്, റൂള് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് ആ സമയത്ത് കയറി ഇതുപോലെ തന്നെ NHS ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കയറി, നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളവർ. പക്ഷെ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ OSCE CBT ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാൻ പറ്റി. OSCEക്കും CBTക്കും പോകുന്ന സമയത്ത് ഭയങ്കര സ്ട്രെസ്ഡായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി, തൈലം, അതുപോലെ തന്നെ ഉപ്പ്, ഇതെല്ലാം യൂസ് ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു പ്രശ്നം കൂടാതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാനുള്ള കൃപ എനിക്ക് അമ്മ തന്നു. അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ കറക്റ്റ് 1 ഇയർ ഞാൻ അവിടെ കയറി, ഫസ്റ്റ് 1 ഇയറിനുള്ളിൽ തന്നെ, അതായത് ഉടമ്പടിയിൽ ടൈം ഷോർട്ടനിങ് എന്ന് പറയുന്ന പോലെ 1 ഇയറിൽ തന്നെ എനിക്ക് നഴ്സിംഗ് രജിസ്ട്രേഷൻ പിൻ നമ്പർ കിട്ടി. ഒരു വലിയൊരു സാക്ഷ്യമാണ്. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്ത പല പിള്ളേർക്കും കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പോൾ അത് അമ്മയുടെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ചെറുപ്പനാൾ മുതൽ മമ്മി ഇല്ലാതെ വളർന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അമ്മയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഉടമ്പടി വഴി എനിക്ക് ഒരുപാട് അമ്മയോട് ആത്മീയമായിട്ട് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടായി. എൻ്റെ
ഇനിയുള്ള ജീവിതകാലം മുഴുവൻ മരിയ ഭക്തിയിൽ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ എൻ്റെ ഈ സാക്ഷ്യം നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് പാവങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പൈസയൊക്കെ അയച്ചു കൊടുത്ത് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കൂടെ എനിക്ക് കിട്ടുന്ന പേഷ്യൻസിനോടൊക്കെ കൈൻഡായിട്ട് ഇടപെടാനും ദേഷ്യപ്പെടാതെ അവരോട് പേഷ്യൻ്റായിട്ട് സംസാരിക്കാനും ഒക്കെയുള്ളൊരു കൃപ അമ്മ എനിക്ക് തന്നു. പിന്നെ എനിക്ക് ഒരുപാട് മുൻകോപമുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഉടമ്പടി എടുത്തത് വഴി ഒരുപാട് മാറ്റം എനിക്കുണ്ടായി. ഇതിനെല്ലാം കാരണം പരിശുദ്ധ അമ്മയുടെ കൃപ ആവുന്നതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഞാൻ ഉറച്ചു പറയുന്നു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള ഒരു മക്കളെയും അമ്മ വെറും കൈയോടെ പറഞ്ഞയക്കത്തില്ല. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ആർക്കും ഇവിടുന്ന് സങ്കടപ്പെട്ട് പോകേണ്ടി വരത്തില്ല എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. നന്ദി. ഈശോയ്ക്കും മാതാവിനും നന്ദി. സങ്കീർത്തനങ്ങൾ 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു.